എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹോം ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൻ്റെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് വാതിലുകളും ജനലുകളുമാണ്. അപ്പോൾ വാതിലുകളും ജനലുകളും ഒക്കെ മിക്കവാറും എല്ലാവരും തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ജനലുകൾ എല്ലാവരും തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും. വാതിലുകൾ ചിലപ്പോൾ നമ്മൾ വിട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് വാതിലുകളും ജനലുകളുമാണ് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ജനലും വാതിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ 2 സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാതിൽ ക്ലീൻ ചെയ്യാനുള്ള പോളിഷിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചർ ഡോറൊക്കെ പോളിഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാതിൽ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജനലുകൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കർട്ടനുകളൊക്കെ ഒന്ന് ഊരി മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് കർട്ടനുകളും ഒന്ന് ഊരി മാറ്റി അത് കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കർട്ടനുകളില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണിത് കഴുകാനായിട്ട്. പിന്നെ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 ഗ്ലൗസുകളാണിത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സെലറ്റ് കോസ്റ്റ് എന്ന് വാങ്ങിച്ചതാണ്. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ ടൈപ്പ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്, ചെറിയ പോർഷൻസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതൊരു മൈക്രോ ഫൈബറിൻ്റെ ഗ്ലൗസാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഉള്ളതാണ് ഈ ഒരു ഗ്ലൗസ്. ഇതും മൈക്രോ ഫൈബറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും പൊടിയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ജനലിലേക്ക് പൊടി കളയാനായിട്ട് ഇതും വളരെ നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് സോക്സാണ്. അപ്പോൾ സോക്സ് ഉപയോഗിച്ച് നമ്മുടെ ജനലിൻ്റെ അഴികളൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ തന്നെ ജനലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ആ ജനലുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, കുറച്ച് വിനാഗിരി ഡിഷ് വാഷും ഒക്കെ കൂടിയുള്ളൊരു മിക്സാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കോളിനുണ്ടല്ലോ, കോളിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഗ്ലൗസ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കയ്യിലിടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ബനിയൻ്റെയൊക്കെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് തുടച്ചു കൊടുക്കുക. അതും അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ബനിയൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ തുണിയാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അധികം പൊടിയും കാര്യങ്ങളൊന്നും അവിടെ തങ്ങി നിൽക്കില്ല. ഇപ്പോൾ ജനലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ജനലിൻ്റെ 2 സൈഡും ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഡിസൈൻ വർക്കൊക്കെ ചെയ്ത ജനലുകളാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ അഴുക്കുകളൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് ശ്രദ്ധാപൂർവ്വം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മളിന്ന് ഡീപ്പ് ക്ലീനാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജനലിൻ്റെ അഴികൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ കയ്യിലൊരു സോക്സ് ഇട്ട് കൊടുത്തിട്ടാണ് അഴികൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ കമ്പി നനച്ചൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനൽ കമ്പികളൊന്നും നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സോക്സ് നനച്ചു കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡോറുകളാണ്. അപ്പോൾ ഡോറ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു വുഡ് പോളിഷ്, മരം പോലുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള വുഡ് പോളിഷ് ഉപയോഗിച്ചിട്ടാണ് ഡോറ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡോറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. മാത്രമല്ല ഡോറിന് നല്ലൊരു ഷൈനിങ്ങും കിട്ടും ഇതുപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോറുകളുടെ ഇടയിലൊക്കെ ഉള്ള പൊടിയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ഡോറും അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഇത് ഫ്രണ്ട് ഡോറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഡോറ് ക്ലീൻ ചെയ്യുന്ന കാര്യം ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഡോറുമ്മലത്തെ പൊടി ഞാൻ അധികം ശ്രദ്ധിക്കുന്നത്. ജനലുകൾ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ അകത്തെ ഡോറും ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ടിലെ ഡോറ് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല, അതങ്ങോട്ട് അവഗണിച്ച് വിടാറായിരുന്നു പതിവ്. പക്ഷേ ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടായിരുന്നത് ഈ ഡോറിൻ്റെ ചെറിയ ഡിസൈൻ വർക്ക് പോലെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലായിരുന്നു. പിന്നെ അകത്തെ ഡോറുകളിലൊന്നും അധികം പൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ഡോറുണ്ട്, എത്ര ജനലുണ്ടെന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ക്ലീനിങ് സ്കെഡ്യൂൾ
ഒന്ന് ക്രമീകരിക്കുക. ഒരുപാട് ജനലുകളും ഒരുപാട് ഡോറുകളൊക്കെ ഉള്ള വീടാണെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് 2 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഒരു 1/2-3/4 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് 2 ദിവസമായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജനലുകളും വാതിലുകളും ഒരു പകുതി വെച്ചിട്ട് ഒരു ദിവസം ക്ലീൻ ചെയ്യുക, മറ്റേ പകുതി പിറ്റേ ദിവസം, അതായത് നാളെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കർട്ടനുകളും പകുതി കർട്ടൻ ഇന്ന് ക്ലീൻ ചെയ്യുക, ബാക്കി പകുതി കർട്ടൻ നാളെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടും അതിൻ്റെ വലുപ്പവും അതുപോലെ അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ജനലുകളും വാതിലുകളും അതുപോലെ കർട്ടനും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തു. കർട്ടൻ ഞാൻ വാഷിംഗ് മെഷീനിലാണ് അലക്കിയത്. 1-2 കർട്ടൻ മാത്രമേ കൈകൊണ്ട് അലക്കിയുള്ളൂ, ബാക്കിയെല്ലാം വാഷിംഗ് മെഷീനിലാണ് അലക്കിയത്. അപ്പോൾ അതത്ര ബുദ്ധിമുട്ടായിരുന്നില്ല. വാഷിംഗ് മെഷീനിൽ കർട്ടൻ അലക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് ചലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.